എന്റെ ഹൃദയത്തിന്റെ ഉടമ. രചന ജാസ്മിൻ കുഞ്ഞോൾ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി. ശ്രീഹരിയുടെ പ്രവൃത്തി കണ്ട് പേടിച്ചടഞ്ഞു നിൽക്കുന്ന പ്രശാന്തിനെ നോക്കി ഒരു താക്കീതുപോലെ ശ്രീഹരി പറഞ്ഞിട്ട് മായയുടെ നേരെ തിരിഞ്ഞു. എന്ത് വയ്യായിയാണ് ഈ ഡോറിന്ന് ലോക്ക് ചെയ്ത് കിടന്നുകൂടെ പെണ്ണ് നിനക്ക്? ഇമാതിരി ആണും പെണ്ണും കേട്ട അമ്മയും പെണ്ണും തിരിച്ചറിയാൻ പറ്റാത്ത ഞരമ്പ് രോഗികളുള്ള നാടല്ലേ നമ്മുടേത്. അത് മനസ്സിലാക്കണ്ടേ? സോറി ശ്രീയേട്ടാ. അവളുടെ ദയനീയമായ നോട്ടവും സംസാരവും കണ്ടതും നാല് ചീത്ത പറയാൻ വന്നും കൂടെ ശ്രീഹരി മറന്നുപോയി. ഇറങ്ങി പോടാ ഈ വീട്ടിൽ നിന്ന്. ഇനി ഈ വഴിക്ക് പോലെ നിന്നെ കണ്ടുപോരുത്. തല്ലും ചവിട്ടും കിട്ടിയിട്ടും അവിടെ തന്നെ നിൽക്കുന്ന അവനെ നോക്കി ശ്രീഹരി വീണ്ടും പറഞ്ഞു. പ്രശാന്ത് ദേഷ്യത്തോടെ പല്ലിയടിച്ചു. നിന്നെ ആ എടുത്തോളാടി മനസ്സിൽ പറഞ്ഞുകൊണ്ട് മായയെ നോക്കി പ്രശാന്ത് പുറത്തേക്ക് നടന്നു. അല്പസമയത്തിനുള്ളിൽ അവന്റെ ബൈക്ക് അകന്നകന്ന് പോവുകയും ചെയ്തു. താങ്ക്സ് ശ്രീയേട്ടാ. അവന്റെ ബൈക്ക് അകന്നു പോയതും മായ ശ്രീഹരിയെ നോക്കി പറഞ്ഞു. താങ്ക്സ്? ആർക്ക് വേണേ നിന്റെ താങ്ക്സ്? ഞാനിപ്പം ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ കാണായിരുന്നു. നിന്നോട് എപ്പോഴും ഞാൻ പറയുന്ന എല്ലായിടത്തും ശ്രദ്ധിക്കണമെന്ന്. എപ്പോഴും ഇങ്ങനെയുള്ളമാര് ചാടി വീഴാന്ന് അറിയില്ല. ശ്രീയേട്ടാ, ഇത്തവണത്തേക്ക് ക്ഷമിച്ചേക്ക്. ഇനി ഉണ്ടാവൂല. ഞാൻ ശ്രദ്ധിച്ചോളാം. ഓ പിന്നെ ശ്രദ്ധിക്കും. ഇപ്പൊ പറഞ്ഞ് ഇന്നേനെ മറക്കുന്ന ടീമാ. എന്നിട്ടാ ശ്രദ്ധിക്കുന്നു പറയുന്നത്. അങ്ങനെയല്ല, ഇനി ഉറപ്പായും ശ്രദ്ധിക്കും. ശ്രദ്ധിച്ചാ നിനക്കും കൊള്ളാം അവനും കൊള്ളാം. ഇല്ലെങ്കിൽ അവനെ കൊന്ന് ഞാൻ ജയിലിൽ പോകേണ്ടി വരും. അത്രേ ഉള്ളൂ. വേണ്ട ശ്രീയേട്ടാ, ഇങ്ങനെയൊന്നും പറയില്ലേ. എനിക്ക് ഇപ്പോഴും അവൻ വന്ന് ഓർക്കുമ്പോഴേ പേടിയാ. സാരല്ല, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. എന്നാലും നീ വീട്ടിലുള്ള അവനെങ്ങനെ അറിഞ്ഞു? എനിക്കറിയില്ല ശ്രീയേട്ടാ. ഇവിടെ ആരും അവനായിട്ടൊരു കൂട്ടൂലല്ലോ. പിന്നെ എങ്ങനെയാണാവോ? അതുപോട്ടെ, ഇനി ശ്രദ്ധിക്ക്. എന്തായാലും ഇറങ്ങട്ടെ. ഇന്ദ്രൻ ചോദിച്ചിട്ട് പോരാന്ന് പറഞ്ഞിട്ട് പോന്നാ. അതെ, അച്ഛനോട് ഈ കാര്യം ഒന്നും പറയണ്ട കേട്ടോ. അച്ഛൻ പേടിക്കും. ഇല്ല, ആരോടും പറയുന്നില്ല. അവനൊന്ന് മൂളി. എന്നാ വിളിക്കാം. വാതിൽ നോക്കിയിട്ട് പോയിക്കോ. തുറക്കുമ്പോ ശ്രദ്ധിക്കുകയും വേണം. ശ്രദ്ധിക്കാം ശ്രീയേട്ടാ. ശ്രീഹരി മായയെ നോക്കിയൊന്ന് പുഞ്ചരിച്ച് തന്റെ കാറിന്റെ അരിയിലേക്ക് നടന്നു. മോനെ ഇന്ദ്ര. ഉച്ചയ്ക്ക് ഇന്ദ്രൻ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുമ്പോഴാണ് മായയുടെ അച്ഛൻ ഇന്ദ്രനെ വിളിച്ചുകൊണ്ട് എത്തിയത്. എന്താങ്കിൽ? അല്ല മോനെ, ശ്രീ പുറത്തെവിടെയോ പോയില്ലായിരുന്നോ? അവൻ തിരിച്ചു വന്നോ? ഇല്ലെങ്കിൽ ഞാനിപ്പോൾ വിളിച്ചായിരുന്നു. വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞു. അവിടെ ഉണ്ടാവും. ഞാൻ എന്തായാലും ഭക്ഷണം കഴിക്കാൻ പോവാ. അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ അവനോട്? ഇല്ല ഇന്ദ്ര, ഞാൻ ശ്രീയെ കാണാനായിട്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഓ അങ്ങനെ. എന്നാ ശരിയെങ്കിൽ ഞാൻ പോയിട്ട് വരാം. ശരി മോനെ. അതെ അങ്കിൾ, മായയുടെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട കേട്ടോ. മുത്തശ്ശിനെ അടുത്ത സൺഡേ വീട്ടിലേക്ക് വരായിരിക്കും. അതോടെല്ലാം തീരുമാനത്തിലാവും. ഇന്ദ്രൻ പറഞ്ഞു കേട്ടതും മാധവൻ നിറഞ്ഞ സന്തോഷത്തോടെ അവര് നോക്കിയൊന്ന് മൂളി. നശിപ്പിച്ചു. അപ്പോഴേക്കും ശ്രീയേട്ട് അവിടെ എത്തിയോ? ശില്പ ദേശം കൊണ്ട് പറിച്ചു. അതേടി, എവിടുന്ന ഇത്ര ഇവിടെ നിന്ന് അയാൾ എത്തിപ്പെടുന്ന എനിക്കറിയില്ല. കറക്റ്റ് ടൈമിലാവും വീട്ടിലെത്തി. എന്നാലും ഇതെങ്ങനെ? അതൊന്നും അറിയില്ല. ആരോ വിളിച്ചു പറഞ്ഞ പോലെയാ അവനോട് എത്തിയത്. ഒടുക്കത്തെ ഭാഗ്യാണ് നിന്റെ ചേച്ചിക്ക്. ഏതായാലും അവന്റെ കൈ നല്ലോണം കിട്ടി. ശരീരാക വേദന എന്താവും എന്തോ. എല്ലാം നോക്കി കണ്ട് ചെയ്യണ്ടേ? ഇല്ല ഇങ്ങനെ ഓരോരുത്തരുടെ അടിവാങ്ങനെ പ്രശാന്തിന്റെ നേരം ഉണ്ടാവുകയുള്ളൂ. പറഞ്ഞില്ലാന്ന് വേണ്ട. മോളെ ശില്പ, നീ എന്നെ കളിയാക്കിയൊന്നും വേണ്ട. എന്റെ മുന്നേ ഇനി തെറ്റില്ല. അതിനനുസരിച്ച് ഇനി ഞാൻ നോക്കി കണ്ട് ചെയ്തോളാം. എന്തായാലും ഇനിയൊരു പിഴവ് എനിക്ക് പറ്റില്ല. നീ കാത്തിരുന്നോ? ഓ പിന്നെ, ഇതെപ്പോഴും പറയുന്നല്ലേ. എന്നിട്ട് വല്ലതും നടക്കാറുണ്ടോ? എനിക്ക് എങ്ങനെയും ചേച്ചിയുടെ കാര്യത്തിൽ തീരുമാനം കണ്ടാൽ മതി. ഇങ്ങനെ പോവുകയാണെങ്കിൽ അടുത്ത കാലത്തൊന്നും ഇതെവിടെ എത്തില്ല. അതെനിക്ക് ഉറപ്പാ. നീ ടെൻഷനാവണ്ട, നമുക്കൊന്നുകൂടെ നോക്കാം. ഞാൻ എന്തായാലും അവളെ വിട്ടുകളയുന്നില്ലടി. അവളെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നേടിയെടുത്തിരിക്കും. സംസാരത്തിൽ വിശിരി മാത്രം പോരാ, പ്രവൃത്തിയിലുണ്ടാവണം പ്രശാന്ത് ഏട്ടാ. ഉണ്ടാവും. ഇതൊന്നും പാളിപ്പോയി, അത്രേ ഉള്ളൂ. ഇനിയും സമയമുണ്ടല്ലോ, നീ വിഷമിക്കാതിരിക്കുക. ശരി, ഞാൻ വീടെത്തി വെക്കുക. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യ്. ഓക്കെ. ശില്പ പ്രശാന്തിന്റെ കോള് കെട്ടിയത് ഇനി എന്ത് ചെയ്യുന്ന ആലോചന വീട്ടിലേക്ക് നടന്നു. രാത്രി 11 മണി. മായ ജോലികളൊക്കെ കഴിഞ്ഞ് റൂമിലെത്തിയതേ ഉള്ളൂ. വാതിൽ പതിയെ ചാരി ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡിലേക്ക് ഇരുന്നു. കിടക്കാറായി നോക്കുമ്പോഴാണ് ഫോണിന്റെ വെളിച്ചത്തിൽ ശില്പ റൂമിലേക്ക് കടന്നു വന്ന് മായയെ നോക്കി ശില്പ വാതിൽ ലോക്ക് ചെയ്ത് അവിടെ അരികിൽ വന്നിരുന്നു. ചേച്ചിയോട് എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. എന്താ പറഞ്ഞോ? ശില്പ എന്തായിരിക്കും തന്നോട് പറയാൻ പോകുന്നതെന്നറിയാതെ മായ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. ഏട്ടാ, ഇന്ദ്ര വാടാ. രാത്രി ബാൽക്കണിയിൽ ഫോണിൽ നിന്ന് നോക്കിയിരിക്കുന്ന ശ്രീഹരിയുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് ഇന്ദ്രൻ വിളിച്ചു. അതെ, ഞാൻ തന്നെ വിളിക്കാതിരിക്കായിരുന്നു. എന്തായിട്ട കാര്യം? അത് നാളത്തെ മീറ്റിംഗ് നീ അറ്റൻഡ് ചെയ്യണം കേട്ടോ. അത് വേണ്ടേട്ടാ, ഏടെ തന്നെ പോയാൽ മതി. അതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. നീയും ഞാനും അങ്ങനെ വേറെ വേറെ ഒന്നുമില്ല. നീ ആയാലും ഞാനായാലും ഒരേപോലെയാ. അല്ല, ഏടെന്തെങ്കിലും നാളെ പ്രോഗ്രാം ഉണ്ടോ? ഇല്ലടാ, നാളെ മുത്തശ്ശനും അച്ഛനും ചെറിയച്ഛനും മായയുടെ വീട്ടിലേക്ക് പോകുന്നത്. അതിന് ഏട്ടനും പോകുന്നുണ്ടോ അവിടേക്ക്? ഇന്ദ്രൻ ഒരു കുസൃതി ശരിയോടെ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ലടാ, എന്നാലും അവരെല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചു വരുമ്പോ ഞാനിവിടെ ഉണ്ടാവണം തോന്നി. ഓ അങ്ങനെ ചൂടോടാ സന്തോഷം കേൾക്കാനൊരാഗ്രഹം അല്ലേ?
ഞാൻ കരുതി നാളെ തന്നെ മായ താലി കെട്ടി കൊണ്ടുവരാനുള്ള വല്ല പ്ലാനിങ് ഉണ്ടെന്ന്. പോടാ, അതൊന്നുമല്ല. പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇന്നലെ അവിടെ നടന്ന സംഭവങ്ങൾ. അവനെൻ്റെ മായയെ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് പെരുത്തു വരിക. ഞാൻ ആ സമയത്ത് അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ എനിക്കത് ഓർക്കാൻ കൂടെ വയ്യ. ഇനി അവൾ അവിടെ ഇട്ട് ബുദ്ധിമുട്ടിക്കാൻ വയ്യടാ. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വിവാഹം നടക്കണം. അതേപോലെ ശ്രേയുടെയും മൈയുടെയും. മാസങ്ങളിങ്ങനെ നീണ്ടുപോയാൽ നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനം അത് നമ്മൾ നോക്കണ്ടേ? ഏട്ടൻ പറഞ്ഞാൽ ശരിയാ, അതൊരു പ്രശ്നം തന്നെയാ. പക്ഷേ ആ മൈ അവൻ എനിക്കങ്ങോട്ട് പിടിക്കുന്നില്ല. എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള പോലെ. അതെനിക്കും തോന്നായില്ലടാ. പിന്നെ ഈ സാഹചര്യത്തിൽ ഇനി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, പെട്ടുപോയില്ലേ. അവനിങ്ങനെ ഒരു കാര്യം ചെയ്തു വെച്ച് ഓർക്കുമ്പോൾ എൻ്റെ നിയന്ത്രണം വിട്ടു പോവാ. എന്തായാലും എല്ലാം നന്നായിട്ട് വരും, നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാ ഏട്ടൻ കിടന്നോളൂ. അല്ല, നീ വെറുതെ വന്നാണ്? അതേട്ടാ, ഞാൻ വെറുതെ വന്നാ. പെട്ടെന്നാണ് ശ്രീഹരിയുടെ ഫോൺ ശബ്ദിച്ച്. നിവിൻ കോളിംഗ്. ദാ ഒരു മിനിറ്റ് പോലെ, നിവിൻ വിളിക്കുന്നുണ്ട്. ഓക്കെ, ഏട്ടൻ കോൾ എടുക്കുക. ശ്രീഹരി കോൾ അറ്റൻഡ് ചെയ്ത് ഒരു ഭാഗത്തേക്ക് മാറി സംസാരിച്ചു. ഓക്കേടാ, ഞാൻ വന്നോളാം. ഇല്ല, കുഴപ്പമില്ല. ആ ഓക്കേടാ, ഗുഡ് നൈറ്റ്. അല്പസമയത്തിനുള്ള കോള് കട്ട് ചെയ്ത് ശ്രീഹരി ഇന്ദ്രന്റെ അരിയിലേക്ക് വന്നു. എന്താ പ്രോബ്ലം? അവന് മുഖത്ത് എന്തോ ഒരു ടെൻഷൻ ഫീൽ ചെയ്തോ ഒരു സംശയത്തോടെ ഇന്ദ്രൻ ചോദിച്ചു. അത് നാളെ മീറ്റിങ്ങിന് ഞാൻ തന്നെ എത്തണമെന്ന്, അത് പറയാനാണ് നീ വിളിച്ച്. അതിനാണ് ഈ ടെൻഷൻ? അതാ ഞാൻ പറഞ്ഞത്, നാളെ മീറ്റിങ്ങിന് ഏട്ടൻ തന്നെ പോയിക്കോ. ഞാനുണ്ടല്ലോ ഇവിടെ, എല്ലാം ഞാൻ അപ്പോൾ വിളിച്ചറിയിച്ചോളാം. പോരെ? മതി. നീളതാ സത്യം പറഞ്ഞ പല പ്രശ്നങ്ങളും ഇനിയുള്ള സൊല്യൂഷൻ. എന്നെ പോലെ തന്നെ എല്ലാത്തിനനുസരിച്ച് ചെയ്യാന്ന് എനിക്കറിയാം. അതെന്റെ ആശ്വാസം. മാധ്യേട്ട് എന്നൊരു പൊക്കല്ലേ. ഇന്ദ്രൻ ചിരിയോടെ പറഞ്ഞു. ശ്രീഹരി ഒരു ചിരിയോടെ അവനെ കൂട്ടിപ്പിടിച്ചു. അപ്പൊ ഞാനിതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് ഓർമ്മയുണ്ടല്ലോ. ഒന്ന് രാവിലെയൊക്കെ മറന്നു വേണ്ട. നാളെ ഒരു വന്നു പോകുന്നവരെ ചേച്ചി ശ്രീഹരിനെ കോൾ എടുക്കേണ്ട. അലി വേണ്ട, തൽക്കാലം ഫോണിന്റെ കൈവശം ഇരുന്നോട്ടെ. മോളെ ശില്പ, നീ പറയുന്നത് എന്താണെന്ന് വല്ല ബോധമൊന്നും നിനക്കുണ്ടോ? മായ ശില്പ തന്നെ ഏൽപ്പിച്ച ആഘാതം താങ്ങാനാവാതെ ശില്പയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് എല്ലാത്തിനും ബോധമുണ്ട്, അതുകൊണ്ട് ചേച്ചി ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ഇല്ലെങ്കിൽ ബാക്കി ഞാൻ പറയണ്ടല്ലോ. എന്നാ പിന്നെ ഗുഡ് നൈറ്റ്. ഫോണിന്റെ കയ്യിലുണ്ടാവും, നാളെ തരാം. അതും പറഞ്ഞ് ശില്പ റൂമിൽ നിന്ന് പുറത്തിറങ്ങി വാതിൽ വലിച്ചടച്ചു. ശില്പ പോയതും മായ ഒരു പൊട്ടിക്കരച്ചിലോടെ ബെഡിലേക്ക് വീണു. ഇല്ല, നീ പറയും പോലെ കേൾക്കാൻ എനിക്ക് വയ്യ. എന്റെ ശ്രീയേട്ടൻ ഈ ജന്മം മറ്റൊരു പെണ്ണിന് വിട്ടുകൊടുക്കണമെങ്കിൽ മായ മരിക്കണം. ഞാൻ തരില്ല ആർക്കും. അവൾ ശബ്ദമില്ലാതെ തേങ്ങി. ആ രാത്രി അവൾക്ക് സമ്മാനിച്ചത് വേദനയുടെ മറ്റൊരു ലോകമായിരുന്നു. ഉള്ളിലെ നൊമ്പരം കണ്ണുനീർ മഴയായി ആ രാത്രി മുഴുവൻ അവളിൽ നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു. പുലർച്ചെ എപ്പോഴോ മയങ്ങിപ്പോയ അവൾ അച്ഛനെ സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്നു. ഇതൊരു പതിവായി മാറിയിരിക്കുന്നു, അച്ഛനെ സ്വപ്നത്തിൽ കാണുന്നത്. പെട്ടെന്ന് തന്നെ അതൊരു സ്വപ്നമാണെന്ന് അറിയാമെങ്കിലും വെറും സ്വപ്നമായി മാത്രം തള്ളിക്കളയാൻ അവളുടെ മനസ്സ് അനുവദിച്ചില്ല. എവിടെയോ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന ഒരു തരം പേടി അവളെ മൂടി. വല്ലാത്തൊരു തളർച്ച മനസ്സിനും ശരീരത്തിനും. എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചാലും കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ ചുറ്റിവരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇതൊക്കെ. ഹൃദയം നോവുന്നു, കണ്ണുകൾ നിർത്താതെ പെയ്യുന്നു. ജീവനേക്കാൾ സ്നേഹിച്ചവൻ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ജന്മം നൽകിയവർ, മറ്റൊരു ഭാഗത്ത് എന്നും ചെയ്യാൻ മടിക്കാത്ത കൂടെപ്പിറപ്പ്. എല്ലാത്തിൻ്റെയും നടുവിൽ എവിടെ നിൽക്കണം, ആരുടെ കൂടെ നിൽക്കണം എന്നറിയാതെ ഉഴയുന്ന ഞാൻ. ഈശ്വര, ഇതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്ത്? എനിക്കറിയില്ല ദൈവമേ. എന്തെങ്കിലും ഒരു വഴി എനിക്ക് മുമ്പിൽ നീ തുറന്നു തരണേ. ആരെയും നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല, എല്ലാവരെയും എനിക്ക് വേണം. നീറിപ്പുകയുന്ന ഹൃദയത്തിന്റെ നോവ് കണ്ണുനീരായി വീണ്ടും ഒലിച്ചിറങ്ങി. കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീർ പറ്റിയ അവളുടെ ആ കണ്ണുകളിൽ ആ നിമിഷം തനിക്ക് ജന്മം നൽകിയ അച്ഛന്റെ മുഖം മാത്രമായിരുന്നു. ആ ഉണർച്ചയിൽ പിന്നെ അവൾക്ക് ഉറക്കമേ വന്നില്ല. ഫോൺ കയ്യിലുണ്ടെങ്കിലെല്ലാം ശ്രീയേട്ടനെ വിളിച്ച് പറയാമായിരുന്നു. ഇതിപ്പോ ഫോണും കയ്യിലില്ല, അതും ശില്പയുടെ കയ്യിൽ. വല്ലാത്തൊരു സ്വഭാവം തന്നെയാണ് ശില്പക്ക്. ഇങ്ങനെയൊക്കെ അവൾ ചെയ്യുന്ന എന്തിന്റെ പേരില്ല? ചേച്ചി സ്നേഹിച്ചവനെ ചേച്ചിയിൽ നിന്ന് വേർപ്പെടുത്തിയിട്ട് തനിക്ക് സ്വന്തമാക്കണമെന്ന വാശി. എന്തിനാ ഇതൊക്കെ? ആർക്ക് വേണ്ടി? ഈ ഒരു മനസ്സ് എവിടുന്ന് കിട്ടി അവൾക്ക്? ഇതൊക്കെ അവസാനം ശില്പ എവിടെ കൊണ്ടെത്തിക്കും? മായ ഏറെ പ്രയാസത്തോടെ മനസ്സിൽ പറഞ്ഞു. പുലർച്ചെ 5 മണിക്ക് ഫോണിൽ വൈബ്രേഷൻ കേട്ടാണ് ശില്പ ഉറക്കിൽ നിന്ന് ഉണർന്നത്. തന്റെ ഫോൺ എപ്പോഴാ വൈബ്രേഷൻ ആക്കിയെന്ന ഓർമ്മയിൽ അവൾ ബെഡിൽ എഴുന്നേറ്റിരുന്നു. തന്റെ ഫോണല്ലല്ലോ, പിന്നെ എവിടുന്ന? അപ്പോഴാണ് ടേബിളിലുള്ള ഫോൺ അവിടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇന്നലെ ചേച്ചിയുടെ ഫോൺ വാങ്ങിച്ചിട്ടുണ്ടല്ലോ, ഇതിപ്പോ ആരായിരിക്കും എന്ന ആലോചനയിൽ കൈനീട്ടി ഫോൺ കയ്യിലെടുത്തു. നോക്കുമ്പോൾ ശ്രീയേട്ടൻ കോളിംഗ്. അത് കണ്ടപ്പോഴേ അവളുടെ ശരീരം വിറച്ചു, ഉള്ളം ദേഷ്യത്താൽ പെരുത്തു. അപ്പോഴേക്കും ഫോൺ അടിഞ്ഞു തീർന്ന് അവൾ വേഗം ഫോൺ ഓഫ് ചെയ്തു. മതി, അങ്ങനെ ഇപ്പൊ വിളിക്കണ്ട. ഫോൺ ഓഫ് ചെയ്തിട്ടും അവളുടെ ദേഷ്യം മാറുന്നുണ്ടായിരുന്നില്ല. ഈ ശ്രീയേട്ടൻ ഒരു പണിയില്ലേ? ഈ സമയം എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിക്കൂടെ? വിളിച്ചോണ്ട് നിൽക്കുന്നു. അല്ലെങ്കിൽ എന്ത് കണ്ടിട്ട് ഈ സ്നേഹം? അവർ മാത്രം എന്തിരിക്കുന്നു? ശ്രീയേട്ടൻ നാണം തീരെയില്ലല്ലോ. അവൾ പിറുപിറുത്തു. ശില്പ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് മുഖം കൂട്ടി.
ബെഡിലേക്ക് കിടന്നിട്ട് അവളുടെ ദേഷ്യ അസൂയയും കുശുമ്പും മാറിയില്ല. എന്ത് കണ്ടിട്ടാണ് ഈ സ്നേഹമെന്ന് അവൾ സ്വയം ചോദിക്കുന്നുണ്ടെങ്കിലും അവൾക്കറിയില്ലല്ലോ. അവൾക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്തത്രയും ഉയരത്തിൽ തന്റെ ചേച്ചി ശ്രീഹരിയുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെന്ന്. അവൾക്കറിയാത്ത, അവൾ കാണാത്ത, അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്രയും ആഴത്തിലാണ് ശ്രീഹരിയുടെയും മായയുടെയും സ്നേഹമെന്ന് അവൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇനിയൊട്ടും മനസ്സിലാവുകയുമില്ല. എന്താ കാര്യങ്ങളൊക്കെ നോക്കിക്കോണേ. ഏട്ടൻ പോയിട്ട് വാ, എല്ലാം ഞാൻ നോക്കിക്കോളാം. ഇടയ്ക്ക് ഞാൻ വിളിച്ചോളാം, ടെൻഷൻ ആവണ്ട. അല്ലടാ, ഇന്ന് പുലർച്ചെ ഞാൻ മായ വിളിച്ചപ്പോൾ ആദ്യം റിങ് ചെയ്തു, പിന്നെ ഫോൺ ഓഫാണടാ. ഒരുപാട് വിളിച്ചു. സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല. അതിൻ്റെ ടെൻഷൻ മനസ്സിലില്ലാതില്ല. സാധാരണ അവൾ എഴുന്നേൽക്കുന്ന ആ സമയം ഒന്നെങ്കിലും ഞാൻ വിളിക്കും, അല്ലെങ്കിൽ അവള്. ഇതിപ്പോ എന്തൊക്കെയോ ഒരു... അതിനുശേഷം വിളിച്ചപ്പോഴൊക്കെ ഓഫാ. ഇതുവരെ ഇങ്ങോട്ട് വിളിച്ചിട്ടുമില്ല. ഇങ്ങനെ പിള്ളേർ പോലെ ആവില്ല ഏട്ടാ. എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും. ചാർജ് തീർന്നാവോ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇന്നത്തെ ദിവസം എല്ലാം ഓക്കെ ആവില്ലേ, പിന്നെ ഇതൊക്കെ വെറുതെ ആവും കേട്ടോ. അതുകൊണ്ട് ഒരു ടെൻഷനും മനസ്സിലാക്കേണ്ട. എല്ലാം നല്ലതിനാണെന്ന് കരുത്. എന്നാലും ഏറ്റാവണ്ട, ഏട്ടറിയും ഞാൻ വിളിക്കാം. ഓക്കേടാ, ഞാൻ പോയി വരാം, നോക്കിക്കോണേ. ശ്രീഹരിക്ക് മനസ്സിലെ പ്രയാസം മാറുന്നേ ഉണ്ടായിരുന്നില്ല. നോക്കേട്ടാ, പോയി വാ. ഇന്ദ്രൻ ശ്രീഹരിയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറുമ്പോൾ ശ്രീഹരിയുടെ മനസ്സിൽ കാരണമറിയാത്ത എന്തോ ഒരു വേദന നിറഞ്ഞു നിന്നു. ആ വേദന അവന്റെ യാത്രയിലുടനീളം ഉണ്ടായിരുന്നു. ഇതൊക്കെ വെറുതെയാവും എന്ന് കരുതിയിട്ടും അതിനൊരു സമാധാനം അവന് കിട്ടിയതേയില്ല. എത്ര തന്നെ ശ്രമിച്ചിട്ടും ആ ചിന്ത മനസ്സിൽ നിന്ന് മാറുന്നുമില്ല. ഓരോ നിമിഷവും മായയുടെ ഓർമ്മകൾ മാത്രം മനസ്സിൽ നിറഞ്ഞു നിന്നു. അതുപോലെ അവന്റെ ഫോണുകളിൽ നിർത്താതെയുള്ള കോളുകൾ അവളുടെ ഫോണിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു. അപ്പോഴൊക്കെ സ്വിച്ച് ഓഫ് എന്ന പതിവ് പല്ലവി മാത്രം. മോളെ മായേ, നീ പോയി ഫ്രഷ് ആവാൻ നോക്ക്. ഇനിയുള്ളൊക്കെ ഞാൻ നോക്കിക്കോളാം. സമയം പോകുന്നു, അവരിപ്പം ഇങ്ങെത്തും. അത് വേണ്ടമ്മ, ഞാൻ നോക്കിക്കോളാം. അമ്മ അച്ഛൻ്റെ അരിയിലേക്ക് ചെല്ല്. അതൊന്നും വേണ്ട, നീ മാറിക്കേ. അതേ ചേച്ചി, ചേച്ചി പോയിട്ട് കുളിച്ച് റെഡിയാവും. ആ ഒരു സംസാരം ശ്രദ്ധിച്ചുകൊണ്ടെന്ന് ശില്പയെ അവൾ നോക്കിക്കൊണ്ട് പറഞ്ഞു. ശരി അമ്മേ. അമ്മയോട് പറഞ്ഞിട്ട് മായ ശില്പയും തർപ്പിച്ചു പോയിക്കൊണ്ട് അകത്തേക്ക് കടന്നു. അവളുടെ നോട്ടത്തിൽ ശില്പ ചെറുതായിട്ടൊന്നും പതിരെങ്കിലും ഉള്ളിലൊരു വിജയച്ചിരി അവളിൽ നിറഞ്ഞു നിന്നിരുന്നു. മായ റൂമിലെത്തിയതും എന്ത് ചെയ്യണമെന്നറിയാൻ നിന്ന് വിയർത്തു. അവൾക്ക് ശരീരം വല്ലാതെ തളരുന്ന പോലെ. എല്ലാം കൈവിട്ട് താനിപ്പോൾ നിലംപതിക്കുമെന്ന് അവൾക്ക് തോന്നി. മനസ്സിലെ ടെൻഷൻ കൊണ്ട് ഹൃദയം നുറുങ്ങുകയാണ്. ശ്രീയേട്ടനോട് പോലും എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ കഴിയാത്ത രൂപത്തിൽ ശില്പ തന്നെ പൂട്ടുമെന്ന് മായ കരുതിയില്ല. ഈ നിമിഷം തന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാത്തിരിപ്പിന്റെ അവസാനമാണ്. താൻ ഏറെ ആഗ്രഹിച്ച കാത്തിരുന്ന നിമിഷം വരാൻ പോവുകയാണ്. ശ്രീയേട്ടന്റെ വീട്ടുകാർ വിവാഹം ഉറപ്പിക്കാൻ വരുന്നു. വർഷങ്ങളുടെ കാത്തിരിപ്പ് അവസാനിക്കാൻ ഇനി കുറഞ്ഞ നാളുകൾ മാത്രം കാത്തിരുന്നാൽ മതി. സന്തോഷം നിറഞ്ഞൊഴുകുന്ന മുഹൂർത്തം. പക്ഷേ ആ സന്തോഷം തന്നിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നു ഒറ്റ നിമിഷം കൊണ്ട്. ഇനി ആ സന്തോഷം തിരികെ നേടാൻ കഴിയില്ല ഒരിക്കലും. ചേച്ചി, ഇതുവരെ പോയില്ലേ? വീണ്ടും അവൾ വിളിച്ചോണ്ട് ശില്പ അരികിലെത്തി. മോളെ, നീ എന്നെ മനസ്സിലാക്കി. എനിക്ക് വയ്യ എങ്ങനെയൊന്നും. ഇതിൽ നല്ല നീ എന്നെ കൊല്ലുന്ന. വേണ്ട ചേച്ചി, അങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളും ചിന്തിക്കേണ്ട. അങ്ങനെയുള്ള കാര്യങ്ങൾ അവസാനം എവിടെ എത്തിച്ചേരില്ല. അതുകൊണ്ട് ചേച്ചി ഇപ്പം ഞാൻ പറയുന്ന പോലെ അതനുസരിച്ചാൽ മതി. അതിൽ ചേച്ചിക്ക് ലാഭമില്ല, നഷ്ടമൊന്നും ഉണ്ടാവില്ല. നീ ഒരു കാര്യം ഓർക്കണം, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ നഷ്ടം എൻ്റെ ശ്രീയേട്ടൻ. ആ ശ്രീയേട്ടനേക്കാൾ വലിയ നഷ്ടം ഇനി എന്തെനിക്ക് നഷ്ടപ്പെടാനുള്ളത്? അപ്പം അച്ഛൻ നഷ്ടമല്ലേ? മോളെ വേണ്ട, പ്ലീസ്, നിന്റെ കാല് പിടിക്കുക. മതി ചേച്ചി, ഇനി ഓരോ ന്യായങ്ങൾ പിടിച്ചേക്കണ്ട. വേഗം പോവാൻ നോക്ക്. ശില്പെന്തോ മനസ്സിൽ ഉറപ്പിച്ച പോലെ പറഞ്ഞു നിർത്തിയതും മായ അവളെ വേദനയാലും നോക്കി ബാത്റൂമിലേക്ക് കയറി. ഏറെ നേരം ജലത്തുള്ളികൾക്കൊപ്പം അവളുടെ കണ്ണുനീർ തുള്ളികൾ നിലത്ത് വീണ് ചിതറി. അവസാനം അമ്മയുടെ വിളി വന്നു പെട്ടെന്ന് ഫ്രഷായി ഇറങ്ങി. ബാത്റൂമിൽ നിന്നിറങ്ങി അവളുടെ മുഖം കണ്ടതും അമ്മയുടെ നെഞ്ചു നീറിയെങ്കിലും അവരൊന്നും ചോദിക്കാതെ പുറത്തേക്ക് ഇറങ്ങി. ശില്പ, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. എൻ്റെ ശ്രേയക്കുട്ടി ഒരു ടെൻഷനും വേണ്ട. എല്ലാത്തിനുള്ള വഴി മുന്നിൽ തെളിഞ്ഞിട്ടുണ്ട്. അതെന്താടി? അതൊക്കെയുണ്ട്, എല്ലാം ഞാൻ വഴിയെ പറയാം. ഇപ്പൊ പറ ശില്പ, ഞാനും കൂടി അറിയട്ടെ. ഒരു സമാധാനമല്ല, ഒരു ക്ലൂവെങ്കിലും. ഇല്ലടി, ആകെ ഞാൻ സാവധാനം പറയാം, അതല്ലേ നല്ലത്. ഇപ്പൊ ഈ തിരക്കിൽ തന്നെ നിനക്കത് അറിയണോ? അവര് വന്നു പോയാ നമുക്ക് സൗകര്യം പോലെ പറയാലോ. അതുപോലെ. ശോഭേ, അവരെത്തി. നീ ഫോൺ വെച്ചോ, അവരെത്തിയെന്ന് തോന്നുന്നു, ഞാൻ വിളിക്കാം. പുറത്തുനിന്ന് അച്ഛൻ്റെ വിളി കേട്ടതും ശില്പ ശ്രേയയോട് പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് പുറത്തേക്ക് കിടന്നു. അതോടൊപ്പം തൊട്ടടുത്ത റൂമിൽ നിന്ന് മഹിയും. എല്ലാവരെയും മാധവനെ ശോഭയും സ്വീകരിച്ചിരുത്തി. മഹി ഒരു തണുപ്പൻ മട്ടിൽ അവരെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് നിന്നു. ശ്രീഹരിയുടെ നിർബന്ധം കൊണ്ട് ഇന്ദ്രനും അവർക്കൊപ്പം പോയിരുന്നു. ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് ശ്രീഹരി ഇന്ദ്രനെ സമാധാനിപ്പിച്ചിട്ടും നീ കൂടെ പോകണമെന്ന് ശ്രീഹരി വാശി പിടിച്ചുകൊണ്ടാണ് പോയത്. മുത്തച്ഛനും അച്ഛനും വല്യച്ഛനും മായയുടെ അച്ഛനോട് സംസാരിക്കുമ്പോഴും എല്ലാം നോക്കിക്കണ്ട് ഇന്ദ്രനൊരു ഭാഗത്ത് മാറി നിന്നു. എന്താ മോളെ ശില്പ പറഞ്ഞേ? ശ്രേയ ഫോൺ കട്ടി തിരിഞ്ഞതും അമ്മ പിന്നിൽ വന്നുകൊണ്ട് ചോദിച്ചു. പെട്ടെന്ന് അമ്മയെ കണ്ട് ശ്രേയ ഒന്ന് പതിരെങ്കിലും മുഖത്തൊരു പുഞ്ചിരി വരുത്തി അവൾ അമ്മയ്ക്ക് നേരെ തിരിഞ്ഞു. എന്ത്?
എന്താ ശില്പ പറഞ്ഞെന്ന്? അവളൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ നീ ഇപ്പൊ സംസാരിച്ച അവളോടല്ലേ? ഞാനോ? പിന്നല്ലാണ്ട് ആരാ? അത് ശില്പയല്ലേ അമ്മേ, അത് ഞങ്ങളുടെ കൂടെ കോളേജിലുള്ള ശിൽനയാ. ഓഹോ, ഞാൻ കരുതി ശില്പയാണെന്ന്. അല്ല, അവളിപ്പോ എന്നെ അങ്ങനെ വിളിക്കാറില്ല. അതെന്താ, നിങ്ങൾ വലിയ അടുപ്പല്ലേ? അതുകൊണ്ടല്ലേ അവൾ വിവാഹം കഴിക്കാൻ നീ ശ്രീഹരിയോട് നിർബന്ധം പിടിച്ച്? എന്നിട്ടിപ്പോ ഇങ്ങനെയായോ? അതൊക്കെ ശരിയാ, പക്ഷേ ഞാൻ ആലോചിച്ചപ്പോ അന്ന് അമ്മ പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. എന്ത് കാര്യം? അമ്മ മായേച്ചിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു? ആ കാരണം കൊണ്ട് കുറച്ച് ദിവസം മുമ്പ് ഞാൻ മായേച്ചിയെ കുറിച്ച് സംസാരിച്ചു. അത് അവൾക്ക് ഇഷ്ടമായില്ല. അതിൻ്റെ ഒരു ചെറിയ പിണക്കമുണ്ട് അവൾക്ക്. അങ്ങനെ അവളോട് പിണക്കൊന്നും വേണ്ട. മായയെ പോലെ അല്ല അവള്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ നീ അവിടേക്കാ പോവാനുള്ളത്. അവിടെ നിന്റെ കൂട്ട് അവളായിരിക്കും. അത് ഇപ്പോഴേ ഇല്ലാതാക്കരുത്. ഇല്ല, ഞാൻ നോക്കിക്കോളാം. മായിയുടെ അമ്മയും അച്ഛനും അനിയത്തി കൊച്ച് രാവിലെ പോവും. പിന്നെ നീ അവളായിരിക്കും അവിടെ ഉണ്ടാവുക. അത് ഓർമ്മയിൽ നിന്നോട്ടെ. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടമ്മേ, അമ്മ വിഷമിക്കണ്ട. ശരി, ഓർമ്മ ഉണ്ടായാൽ മതി. അല്ല, ചോദിക്കാൻ മറന്നു, നിനക്ക് അങ്ങനെ ക്ഷീണമൊന്നും കാണുന്നില്ലല്ലോ? ക്ഷീണോ? എന്തിന്? അത് കേട്ടോ പത്മവളെ കൂർപ്പിച്ച് നോക്കി. അമ്മയുടെ നോട്ടം കണ്ടപ്പോഴാണ് ശ്രേയക്ക് ബോധം വന്ന്. ഓ, അത് ചെറുതായിട്ടേ ഉള്ളൂ അമ്മേ, വലിയ കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും ക്ഷീണമുണ്ടെങ്കിൽ പറയണം കേട്ടോ. പറയാം. പിന്നെ ഇന്നത്തെ ഈ ചടങ്ങൊന്ന് കഴിയട്ടെ, നമുക്ക് ഹോസ്പിറ്റൽ വരെ പോകണം. സംഭവിക്കാൻ പാടില്ലാത്ത എന്തായാലും സംഭവിച്ചു. എന്നിരുന്നാലും ഡോക്ടറെ കാണണല്ലോ. എൻ്റെ ഒരു കൂട്ടുകാരി സുമതിയുണ്ട്, അവളുടെ മകൾ ഡോക്ടറാ. കുറച്ച് കഴിഞ്ഞ് ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ, ഒന്ന് സംസാരിച്ചു നോക്കാലോ. അത് കേട്ടോ ശ്രേയ ഞെട്ടി. അയ്യോ അമ്മ, അത് വേണ്ട. വേണ്ടാന്നോ? വേണ്ടെന്നല്ല, കുറച്ച് ദിവസം കൂടി കഴിയട്ടെ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. പക്ഷേ ഇപ്പം അമ്മയുടെ ഫ്രണ്ടിനെ വിളിച്ച് പറയണ്ട. അത് അമ്മയ്ക്ക് തന്നെയാണ് നാണക്കേട്. അവരെന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാൻ? ഒന്നും വിചാരിക്കൂലേ? അമ്മയൊന്ന് ഓർത്തു നോക്കിക്കേ. ശ്രീമംഗലം തറവാട്, അന്തസ്, അഭിമാനം, കല്യാണം കഴിയാതെ ഗർഭം, അതൊന്നും ഓർത്താൽ മതി. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിച്ചില്ല. ഇനി ഒന്നും മിണ്ടാൻ കഴിയില്ല. നീ ഓരോന്നും ഉണ്ടാക്കി വെച്ചിട്ട് മനുഷ്യന്റെ സമാധാനം പോയി കിട്ടി. എന്നിട്ട് അവൾക്ക് എന്തെങ്കിലും പേടിയുണ്ടോ നോക്കിയേ. അമ്മ വേണ്ട കേട്ടോ, എല്ലാത്തിനും കൂടെ നിന്നിട്ട് ഇപ്പം എന്നെ ഒറ്റപ്പെടുത്തുന്നു. ഇത് ശരിയല്ല കേട്ടോ. അവൾ ഓരോന്ന് പറഞ്ഞ് സങ്കടം അഭിനയിച്ചു. പോട്ടെ, സാരമില്ല. ഞാൻ എൻ്റെ മനസ്സിലെ വിഷമം കൊണ്ട് പറഞ്ഞുപോയി. എന്തായാലും ഇന്നെല്ലാത്തിനും തീരുമാനമാവും. അവളൊന്ന് മൂളി. എന്നാ ഞാനത് കിടക്കട്ടെ, എന്തോ ഒരു ക്ഷീണം. അമ്മ ചെല്ല്. അവൾ പറഞ്ഞു കേട്ട് പത്മം പുറത്തേക്ക് കിടന്നു. ശ്രേയ വാതിൽ ലോക്ക് ചെയ്ത് പുഞ്ചിരിയോടെ ബെഡിലേക്ക് വീണു. ആ പുഞ്ചിരിയിലും അവളുടെ മനസ്സിൽ വല്ലാത്തൊരു വേദന നിറഞ്ഞു നിന്നു. അമ്മ തൻ്റെ കൂടെ എല്ലാത്തിനും കൂട്ടിൽക്കുന്ന അമ്മയെ പറ്റിക്കുന്നോർത്തപ്പോൾ മനസ്സിലെവിടെയോ ഒരു കൊളുത്തി വലി. അമ്മയോടെല്ലാം പറയാമായിരുന്നു. താൻ ശരിക്കും പ്രഗ്നന്റ് ആണെന്നാണ് അമ്മയും വീട്ടിലെ ബാക്കിയുള്ളവരും കരുതിയിരിക്കുന്നു. അമ്മയോടെങ്കിലും സത്യം പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാലും വരട്ടെ, ഇന്നത്തെ ദിവസം കഴിയട്ടെ. ഇനി അവിടെ എന്തായോ എന്തോ. ശില്പ എന്തായിരിക്കും മനസ്സിൽ കരുതിയിരിക്കുന്നത്? തന്നോട് പോലും പറയാത്ത എന്ത് പ്ലാനിങ് ആയിരിക്കും ഈ കാര്യത്തിൽ അവൾ കണ്ടിട്ടുണ്ടാവുക? എത്ര ആലോചിച്ചിട്ടും അവൾക്ക് അതിനൊരു ഉത്തരവും കിട്ടിയില്ല. അപ്പൊ മാധവ, നമുക്കിത് അങ്ങോട്ട് ഉറപ്പിക്കാം അല്ലേ? അതിനെന്താ, ഉറപ്പിക്കാം. സന്തോഷം. ആയിക്കോട്ടെ. എന്നാ സുധാകര, ജോത്സ്യം കുറിച്ചെന്നാ ദിവസം അങ്ങ് പറഞ്ഞേക്ക്. ശരി അച്ഛാ. അടുത്ത മാസം 15, അതായത് ചിങ്ങ 25, 10-നും 11-നും ഇടയിലെ മുഹൂർത്തത്തില് ഞങ്ങളുടെ മകൾ ശ്രീഹരിയുടെയും നിങ്ങളുടെ മകൾ മായയുടെയും അതേപോലെ ഞങ്ങളുടെ മകൾ ശ്രേയയുടെയും നിങ്ങളുടെ മകൻ മഹീന്ദ്രനെയും വിവാഹം തീരുമാനിച്ചിരിക്കുന്നു. സുധാകരൻ അത്രയും പറഞ്ഞ് നിർത്തി. ഇനിയിപ്പോ ഒരു മോതിരമാറ്റ ചടങ്ങിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ മാധവ. അതൊന്നും വേണ്ടെന്നേ, എല്ലാം ശ്രീമംഗലത്തുള്ളവർ തീരുമാനിക്കുന്ന പോലെ. അങ്ങനെയല്ല മാധവ, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ കേട്ടോ. നിങ്ങളുടെ മക്കളുടെയും വിവാഹം നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം ഇതിൽ പറയാം. ഒരു മടിയും കരുതരുത്. ഇല്ലെന്നേ, നിങ്ങൾ ഞങ്ങളെന്നൊന്നുമില്ല. എല്ലാം നമ്മളെന്നല്ലേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. അത് ശരിയാ. എന്നാ പിന്നെ അങ്ങനെ അങ്ങോട്ട് തീരുമാനിക്കാൻ കാര്യങ്ങൾ. മാധവൻ പറയുന്ന കേട്ടതും മുത്തശ്ശൻ ഒരു ചിരിയോടെ പറഞ്ഞു. മറ്റുള്ളവർ പുഞ്ചിരിയോടെ അതിനെ ശരിവെക്കുകയും ചെയ്തു. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സന്തോഷത്തോടെ പറഞ്ഞിരുന്നു. മായ അവർക്കിടയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. എന്താ മോളെ, നിനക്കെന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട. മുത്തശ്ശനൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല. അപ്രതീക്ഷിതമായി മായയുടെ വായിൽ നിന്ന് കേട്ട വാക്കുകളിൽ എല്ലാവരും ഒന്നടങ്കം ഞെട്ടിത്തരിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.